ഹലോ, ഇന്നലെ 2 ശീമച്ചക്ക കിട്ടിയേ. അതിലൊരെണ്ണം എടുത്ത് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനെ ചെത്തി കഴുകി അതിൻ്റെ ഇതെല്ലാം കളഞ്ഞു വെള്ളത്തിലിട്ട് കഴുകി ഊറ്റി വെച്ചു. പിന്നെ ഞാൻ ഈ ചോപ്പറിലിട്ട് എനിക്ക് അരിഞ്ഞരിഞ്ഞ് ഒരുപാട് സമയം എടുക്കില്ലേ, എനിക്ക് എളുപ്പം സ്പീഡിന് നല്ല ഒരേപോലെ ചോപ്പറിലിട്ട് എടുത്ത എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അരിഞ്ഞ് വെച്ചേക്കണത് നോക്കിയാണ് ഒരേ സ്ലൈസാണ്. അപ്പോൾ വേവുമ്പോൾ കരിയുകയും എടുക്കുകയും അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഒരേ വേവിന് കിട്ടും. ഇങ്ങനെ ഇതിൻ്റെ ചിപ്സ് ഉണ്ടാക്കണത് നിങ്ങളെയും കൂടെ കാണിക്കാം. പിന്നെ എണ്ണയിലിട്ട് നമ്മൾ സാധാ ചിപ്സ് ഉണ്ടാക്കുന്ന പോലെയാണ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്നൊന്നായിട്ട് കുറച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാവുകയും ചെയ്യും. ഇത് നമ്മുടെ പഴം ചിപ്സിനെയും കാട്ടി സ്പീഡിന് നല്ല ഇതായി വരും. കുറുകുറുകുറാന്നാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇടും. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു ചെറിയ കളർ വ്യത്യാസത്തിന് എടുക്കും. നല്ല തിളച്ച എണ്ണയിലിട്ടാൽ പെട്ടെന്ന് നല്ല കിരികിരിപ്പ് അത് വരും. ഇത് കിരികിരിപ്പായി വരി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കെടുക്കാം. അപ്പോൾ വൈകിട്ടത്തേക്കൊരു സ്നാക്സും ആവും. ഒരെണ്ണവും പിന്നെ 2 കിട്ടിയതാണ്. ഞാൻ ഒരെണ്ണവും പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ പകുതി, അടുത്തതിൻ്റെ കുറച്ച് പകുതിയും കൂടെ എടുത്ത് ഒരു മുറ നിറയെ കിട്ടി. കുറച്ച് ദിവസത്തേക്ക് ചായക്കുള്ള സ്നാക്സ് ആയില്ലേ. 2 വലിയ ബോട്ടിലിന് കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.